SSLC ഫിസിക്സിലെ ചാപ്റ്റർ 3 ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ പാർട്ട് 3 വീഡിയോ ആണ് നമ്മളിവിടെ മെയിനായിട്ട് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് നോക്കുന്ന ടോപ്പിക്സ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണ്, ട്രാൻസ്ഫോമർ എന്താണ്, അതിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, സെൽഫ് ഇൻഡക്ഷൻ ആൻഡ് ഇൻഡക്ടേഴ്സ്, ഇത്രയും ടോപ്പിക്സ് ആയിരിക്കും ഈ ഒരു പാർട്ടിൽ കവർ ചെയ്ത് പോകുന്നത്. സോ ഫസ്റ്റ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്നാണ്. സോ രണ്ട് കോയിൽസ് ഉണ്ട്, രണ്ട് കോയിൽസിനെ നമ്മൾ സൈഡ് ബൈ സൈഡായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു കോയിലിൽ കൂടെയുള്ള കറണ്ടിൻ്റെ സ്ട്രെങ്ത്ത് നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ ആ കോയിലുമായിട്ട് ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരും. ഇതിൻ്റെ റിസൾട്ടായിട്ട് സെക്കൻഡറി കോയിലിൽ എന്ത് പറ്റും, ഒരു കറണ്ട് ഇൻഡ്യൂസ് ആവും. ഈ ഫിനോമിന തന്നെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സോ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻ ഷോർട്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോഴേക്ക് രണ്ട് കോയിലിനെ നമ്മൾ സൈഡ് ബൈ സൈഡായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ആദ്യത്തെ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും ആണ്. പ്രൈമറി കോയിലിൽ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിൻ്റെ സ്ട്രെങ്ത്തിൽ ഒരു ചേഞ്ച് വരുമ്പോഴേക്കും പ്രൈമറി കോയിലിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരും. ഇത് കാരണം സെക്കൻഡറി കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ആകും. ഇതിനെയാണ് നമ്മൾ പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ടെക്സ്റ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട് ടെക്സ്റ്റിൽ, എന്നിട്ട് ആ എക്സ്പെരിമെൻറ്റ് ബേസ് ചെയ്തിട്ട് പേജ് നമ്പർ 49 എക്സ്പെരിമെൻറ്റ് ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതിൽ ചോദിച്ചിരിക്കുന്നത് നമ്മൾ സ്വിച്ച് ഓൺ ആൻഡ് ഓഫ് ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മളിപ്പം സ്വിച്ച് ഓൺ കണ്ടീഷനിൽ വെക്കുകയാണെങ്കിൽ ബൾബ് ഗ്ലോ ചെയ്യത്തില്ല. അതിൻ്റെ റീസൺ എന്താണ്? കാരണം അവിടെ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവത്തില്ല. ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവാത്തപ്പം EMF ഉണ്ടാവുമോ? EMF ഇൻഡ്യൂസ് ചെയ്യത്തില്ല. അത് കാരണം സർക്യൂട്ടിൽ കൂടെ കറണ്ട് പോകത്തില്ല. അതാണ് റീസൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പ്രൈമറി കോയിലിൻ്റെ സ്വിച്ച് ഓൺ ആൻഡ് ഓഫ് ചെയ്യുമ്പോൾ മാത്രമേ, പ്രൈമറി കോയിലിൻ്റെ അവിടെ സ്വിച്ച് ഓൺ ആൻഡ് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ഫ്ലക്സ് ചേഞ്ച് വരത്തുള്ളൂ. അപ്പോൾ മാത്രമേ അവിടെ കൂടി കറണ്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. ഇനി പ്രൈമറി കോയിലിൽ നമ്മൾ കറണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് സെക്കൻഡറി കോയിലിൽ EMF ഇൻഡ്യൂസ് ആകുന്നത്. ഇനി പ്രൈമറി കോയിൽ ആൻഡ് സെക്കൻഡറി കോയിൽ ഇവരുടെ ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ കറണ്ട് കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കറണ്ട് കൊടുക്കുന്ന കോയിൽ ഏതാണോ അതിനെ പറയുന്ന പേരാണ് പ്രൈമറി കോയിൽ. സോ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഏത് കോയിലിലോട്ടാണോ കറണ്ട് സപ്ലൈ ചെയ്യുന്നത് അതിനെയാണ് പ്രൈമറി കോയിൽ എന്ന് വിളിക്കുന്നത്. ആൻഡ് കറണ്ട് ജനറേറ്റ് ആവുന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി കോയിൽ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ ബേസിസിൽ നമുക്ക് പറയാം, ഈ എക്സ്പെരിമെൻറ്റിൽ തന്നെ ഒരു 6 വോൾട്ട് AC കൊടുക്കുമ്പോഴേക്കും പ്രൈമറി കോയിലിന് എന്ത് ചേഞ്ച് വരും എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം അപ്പം ബൾബ് കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലോ ചെയ്യും. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, പ്രൈമറി കോയിലിൽ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടായിരിക്കും. ഫ്ലക്സ് ചേഞ്ച് കാരണം EMF സെക്കൻഡറി കോയിലിൽ ഇൻഡ്യൂസ് ആകും. ഇത് കാരണം ബൾബ് കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ഇനി പ്രൈമറി കോയിലിൻ്റെ സെക്കൻഡറി കോയിലിൻ്റെ ഒരു കമ്പാരിസൺ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാമെന്നുള്ളതാണ്. നമ്മളിപ്പോൾ പ്രൈമറി കോയിലിനെക്കാട്ടിലും സെക്കൻഡറി കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡറി കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടി പ്രൈമറി കോയിലിനെക്കാട്ടിലും, എങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ബൾബ് കൂടുതൽ ബ്രൈറ്റ്ലി ഗ്ലോ ചെയ്യും. കാരണം EMF ഇൻഡ്യൂസ്ഡ് എന്ന് പറയുന്നത് അവിടെ കൂടിയിട്ടുണ്ട്. ഇനി പ്രൈമറി കോയിലിനെക്കാട്ടി സെക്കൻഡറി കോയിലിൽ നമ്മൾ നമ്പർ ഓഫ് ടേൺസ് കുറയ്ക്കുകയാണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ബൾബ് ലെസ് ബ്രൈറ്റ്ലി ഗ്ലോ ചെയ്യത്തുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ EMF ഡിക്രീസ് ചെയ്യുക, ഇൻഡ്യൂസ്ഡ് EMF ഡിക്രീസ് ചെയ്തു, അത് കാരണമാണ് വരുന്നത്. സോ ഇത് ഇത്രയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്. ആൻഡ് അടുത്ത് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറാണ്. സോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. സോ ട്രാൻസ്ഫോമറിൽ ഒരു സോഫ്റ്റ് അയൺ കോർ ഉണ്ടായിരിക്കും. ഈ സോഫ്റ്റ് അയൺ കോറിൽ നമ്മൾ രണ്ട് സാധനങ്ങൾ, രണ്ട് കോയിൽസ് ബൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ അപ്പോൾ എന്താ ട്രാൻസ്ഫോമർ എന്ന് ചോദിച്ചാൽ ഒറ്റ കണ്ണടച്ചുകൊണ്ട് നമുക്ക് ആൻസർ പറയാം. ഇത് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. സോഫ്റ്റ് അയൺ കോറാണ് എൻ്റെ പാർട്ട് എന്ന് പറയുന്നത്. സോഫ്റ്റ് അയൺ കോറിൽ തന്നെ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും ഉണ്ടായിരിക്കും. രണ്ട് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്താണെന്ന് ചോദിക്കുമ്പം, നമ്മളിപ്പോൾ സ്റ്റെപ്പ് അപ്പ് പഠിക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് റിവേഴ്സാണ് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോമർ ക്ലിയർ ആയിട്ട് കൺഫ്യൂഷൻ ഇല്ലാണ്ട് പഠിച്ചു വെച്ചാൽ മതിയാകും. സോ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോഴേക്കും ഇവിടുത്തെ പ്രൈമറി കോയിൽസിലുള്ള നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. സോ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറി കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും, സെക്കൻഡറി കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും. നമ്മൾ പറഞ്ഞു പ്രൈമറി കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണെന്ന് പറഞ്ഞില്ലേ, ഉള്ള നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് ഓരോന്നും തിക്കായിരിക്കും. സോ പ്രൈമറി കോയിൽ കൺസിസ്റ്റ് ഓഫ് ലെസ് നമ്പർ ഓഫ് ടേൺസ് ആണ്, അതും വിച്ച് ഇസ് ഓഫ് തിക്ക് കോപ്പർ വയർ. തിക്കായിട്ടുള്ള കോപ്പർ വയർ കൊണ്ടുള്ള ലെസ് നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കും പ്രൈമറി കോയിലുള്ള. അപ്പോൾ സെക്കൻഡറി കോയിലാണെങ്കിലോ
സെക്കൻഡറി കോയിലിൽ മോർ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടായിരിക്കും, പക്ഷേ തിൻ കോപ്പർ വയർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞു സെക്കൻഡറി കോയിലാണ് പ്രൈമറി കോയിലിനെക്കാട്ടി നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ വോൾട്ടേജ് സെക്കൻഡറി കോയിലായിരിക്കും കൂടുതൽ. പ്രൈമറി കോയിലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡറി കോയിലായിരിക്കും വോൾട്ടേജ് കൂടുതലെന്ന് പറയുന്നത്. റീസൺ എന്താണ്? കാരണം സെക്കൻഡറി കോയിലിനാണ് നമ്പർ ഓഫ് ടേൺസ് കൂടുതലുള്ളത്. അത് കാരണം EMF കൂടുതലും ഇൻഡ്യൂസ് ആവുന്നത് എവിടെയായിരിക്കും? സെക്കൻഡറി കോയിലായിരിക്കും. സോ ഇൻ ഷോർട്ട് ഒന്നുകൂടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാൻ പറ്റും? പ്രൈമറി കോയിൽ സെക്കൻഡറി കോയിലുണ്ട്. പ്രൈമറി കോയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്, സെക്കൻഡറി കോയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്. പ്രൈമറി കോയിലുള്ള ടേൺസ് എന്ന് പറയുന്നത് തിക്ക് കോപ്പർ വയർ ആയിരിക്കും, സെക്കൻഡറി കോയിൽ തിൻ കോപ്പർ വയർ ആയിരിക്കും. സെക്കൻഡറി കോയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടിയത് കാരണം തന്നെ വോൾട്ടേജ് കൂടുതലുള്ളത് സെക്കൻഡറി കോയിലായിരിക്കും. റീസൺ എന്താ? നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്, അപ്പോൾ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF കൂടുതലാണ്. ഇത് ഇത്രയാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ വരുന്നത്. ഇതിന് ജസ്റ്റ് റിവേഴ്സാണ് സ്റ്റെപ്പ് ഡൗണിൽ വരുന്നത്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ AC വോൾട്ടേജിനെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ 2 കോയിൽസ് ഉണ്ട്, പ്രൈമറി കോയിൽ സെക്കൻഡറി കോയിലുണ്ട്. സ്റ്റെപ്പ് അപ്പിൻ്റെ ജസ്റ്റ് റിവേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രൈമറി കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്, സെക്കൻഡറി കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്. പ്രൈമറി കോയിലിൽ ഉള്ള നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് തിൻ കോപ്പർ വയർ ആയിരിക്കും, സെക്കൻഡറി കോയിലുള്ള നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് തിക്ക് കോപ്പർ വയർ ആയിരിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറി കോയിലിൽ കുറവായതുകൊണ്ട് തന്നെ വോൾട്ടേജ് ഏറ്റവും കൂടുതലുള്ളത് എവിടെ ആയിരിക്കും? പ്രൈമറി കോയിലാണ് ഉള്ളത്. സോ ഈ സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ വെച്ചിട്ട് നമുക്കൊരു റിലേഷൻ പറയാൻ പറ്റും. വോൾട്ടേജ്, നമ്പർ ഓഫ് ടേൺസ് ആൻഡ് കറണ്ട് വെച്ചിട്ട് നമുക്കൊരു റിലേഷൻ പറയാൻ പറ്റും. VS by VP is equal to NS by NP ആണ്. VS stands for voltage in the secondary coil, VP stands for voltage in the primary coil. NS by NP എന്ന് പറയുമ്പോൾ NS എന്താ? number of turns in the secondary coil, NP number of turns in the primary coil. So VS by VP is equal to NS by NP. ഇതേ സെയിം സാധനം തന്നെ നമുക്ക് ഒന്നുകൂടെ പറയാം. VS by VP is equal to IP by IS, current in the primary coil by current in the secondary coil ആണ്. സോ ഈ റിലേഷൻ വെച്ചിട്ടാണ് മാക്സിമം എല്ലാ പ്രോബ്ലംസ് ചോദിച്ചു വരുന്നത്. സോ ആ റിലേഷൻ പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി അടുത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും തമ്മിലുള്ള കമ്പാരിസൺ വരും. സ്റ്റെപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് എവിടെയാണ് ഏറ്റവും കൂടുതൽ തിക്ക് വയർ ഉള്ളത്? പ്രൈമറി കോയിലാണ് തിക്ക് വയർ ഉള്ളത് സ്റ്റെപ്പ് അപ്പിൽ. സ്റ്റെപ്പ് ഡൗൺ വരുമ്പം സെക്കൻഡറി കോയിലായിരിക്കും ഉള്ളത്. പ്രൈമറി കോയിലിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമിൻ്റെ കേസ് എടുക്കുമ്പോൾ പ്രൈമറി കോയിലിൽ ലെസ് നമ്പർ ഓഫ് ടേൺസ്, സ്റ്റെപ്പ് ഡൗണിൻ്റെ കേസ് എടുക്കുമ്പോൾ പ്രൈമറി കോയിൽ മോർ നമ്പർ ഓഫ് ടേൺസ്. സ്റ്റെപ്പ് അപ്പിൻ്റെ കേസിൽ സെക്കൻഡറിയിൽ എന്ന് പറയുമ്പോൾ മോർ നമ്പർ ഓഫ് ടേൺസ്, സ്റ്റെപ്പ് ഡൗണിൻ്റെ കേസിൽ സെക്കൻഡറിയിലെന്ന് പറയുമ്പോൾ ലെസ് നമ്പർ ഓഫ് ടേൺസ്. ആൻഡ് സ്റ്റെപ്പ് അപ്പിൻ്റെ കേസിൽ സെക്കൻഡറി കോയിലിൽ തിൻ വയർ, സ്റ്റെപ്പ് ഡൗണിൻ്റെ കേസിൽ സെക്കൻഡറി കോയിലിൽ തിക്ക് വയർ. സോ ഇത് വെച്ചിട്ട് ഇഷ്ടംപോലെ പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. സോ പ്രോബ്ലംസ് ജസ്റ്റ് സിമ്പിളാണ്. VS by VP is equal to NS by NPയിൽ അതാണ് നമ്മുടെ ബേസിക് ഫോമുല. അല്ലെങ്കിൽ VS by VP is equal to IP by IS ആണ്. അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് ബാക്കി ഇല്ലാത്ത വാല്യൂ കിട്ടുന്നതാണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഫിനോമിനൻ എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്ഷൻ ആണ്. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ സിമിലർ ടു മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്, പക്ഷേ സ്ലൈറ്റ് ഡിഫറൻസസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നേരത്തെ മ്യൂച്വൽ ഇൻഡക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 കോയിലുണ്ട്. ഒരു കോയിലിൽ കറണ്ടിൻ്റെ ചേഞ്ച് സ്ട്രെങ്ത്തിൽ ചേഞ്ച് വരുമ്പം ആ കോയിലിൽ തന്നെ EMF ഇൻഡ്യൂസ് ആയിട്ട് ആ കോയിലിൽ തന്നെ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വന്നിട്ട് EMF തൊട്ടടുത്തിരിക്കുന്ന കോയിൽ ഇൻഡ്യൂസ് ആവുമെന്ന് പറഞ്ഞു. ഇവിടെ ഒരൊറ്റ കോയിലേ ഉള്ളൂ. സെൽഫ് ഇൻഡക്ഷനിൽ ഒരൊറ്റ കോയിലേ ഉള്ളൂ. ആ കോയിലിൽ തന്നെ കറണ്ടിൻ്റെ സ്ട്രെങ്ത്തിന് ചേഞ്ച് വരുമ്പോൾ ആ കോയിലിൽ തന്നെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരും, ആ കോയിലിൽ തന്നെ കറണ്ട് ഇൻഡ്യൂസ് ആകും, EMF ഇൻഡ്യൂസ് ആകും. ഇതിനെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് സോളിനോയിഡിൽ കൂടെ AC പാസ് ചെയ്ത് വിടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് വരും. ഇത് കാരണം ഒരു EMF ഇൻഡ്യൂസ് ആകും. ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് സോളിനോയിഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ ബാക്ക് EMF എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സോ ബാക്ക് EMF എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF വിൽ ബി ഇൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദ സോളിനോയിഡ് ആണ്, അല്ലെങ്കിൽ കോയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ബാക്ക് EMF എന്ന് വിളിക്കുന്നത്. ഇനി ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 54 ഡയഗ്രാം 3.12a അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ബൾബ് ഗ്ലോ ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ബൾബിൻ്റെ ഇൻറ്റൻസിറ്റി, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് എന്താ വ്യത്യാസം ചോദിച്ചാൽ ഇൻറ്റൻസിറ്റി കുറവായിട്ടായിരിക്കും അത് ഗ്ലോ ചെയ്യുന്നത്, ലെസ് ബ്രൈറ്റ്ലി ആയിട്ടായിരിക്കും ഗ്ലോ ചെയ്യുന്നത്. റീസൺ എന്താണെന്ന് വെച്ചാൽ ബാക്ക് EMF ആണ്. ബാക്ക് EMF വരുന്നത് കാരണമാണ് ലെസ് ഇൻറ്റൻസിറ്റിയിൽ അത് ഗ്ലോ ചെയ്യുന്നത്. ഇനി ബാറ്ററി മാറ്റിയിട്ട് ഒരു 6 വോൾട്ട് AC കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒബ്സർവേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും ഇൻറ്റൻസിറ്റി കുറവാണ്, വേറൊന്നുമല്ല ഫോർമേഷൻ ഓഫ് ബാക്ക് EMF കൊണ്ടാണ്. സോളിനോയിഡിൽ ബാക്ക് EMF ഫോം ചെയ്യുന്നത് കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത്. ആൻഡ്
ഇനി നമ്മൾ എ സി സോഫ്റ്റ് അയൺ പീസ് വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പറയുമ്പോഴേക്കും ഇൻറ്റൻസിറ്റി വീണ്ടും വീണ്ടും കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ സോഫ്റ്റ് അയൺ കോറിനെ നമ്മൾ മാറ്റുകയാണെങ്കിൽ ഇൻറ്റൻസിറ്റിയിലുള്ള ചേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ ഇൻറ്റൻസിറ്റി കൂടും. അതെന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ് അയൺ കോർ ഇല്ലാത്തപ്പം ഫ്ലക്സ് ചേഞ്ച് എന്ത് പറ്റും, ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് കുറയും. ഫ്ലക്സ് ഡെൻസിറ്റി കുറയുന്നതനുസരിച്ച് ഇൻറ്റൻസിറ്റി കൂടും. ഇത് കാരണമാണ് അവിടെ ഇൻറ്റൻസിറ്റി കൂടുന്നത്. ഇനി അടുത്തത് വരുന്നത് ഇൻഡക്ടേഴ്സ് എന്താണെന്നാണ്. ഇൻഡക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മളിതിന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതായത് കറണ്ടിനെ ഫ്ലോ ചെയ്യാൻ സമ്മതിക്കാത്ത സബ്സ്റ്റൻസിനെയാണ് ഇൻഡക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ സിമ്പിൾസ് നോക്കേണ്ടതാണ്. ആൻഡ് ഇൻഡക്ടേഴ്സിനെ നമ്മൾ എ സി സർക്യൂട്ട്സിൽ നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എ സി സർക്യൂട്ടിൽ ഇലക്ട്രിക് കറണ്ടിൻ്റെ ചേഞ്ചിനെ ഇൻഡക്ടേഴ്സ് ഒപ്പോസ് ചെയ്യും. ഇത് കാരണം നമുക്ക് കറണ്ട് ലോസ്, അതായത് പവർ ലോസിനെ കുറയ്ക്കാൻ പറ്റും. ഇത് കാരണമാണ് യൂസ് ചെയ്യുന്നത്. സോ ഇൻഡക്ടേഴ്സ് എന്തുകൊണ്ടാണ് നമ്മൾ എ സി സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പം എ സി സർക്യൂട്ടിൽ എന്തായാലും എന്തുണ്ടാകും, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എ സി സർക്യൂട്ടിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. അപ്പോൾ എ സി സർക്യൂട്ടിൽ കറണ്ടിൽ ചേഞ്ച് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാണ് ആര് ചെയ്യുന്നത്, ഇൻഡക്ടർ ചെയ്യുന്നത്. അങ്ങനെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോസ് ഓഫ് പവറിനെ റിഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇത് കാരണമാണ് ഇൻഡക്ടേഴ്സിനെ നമ്മൾ എ സി സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് റെസിസ്റ്റേഴ്സിന് പകരം ഇൻഡക്ടേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഉള്ള ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കറണ്ടിനെ കുറയ്ക്കാനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ റെസിസ്റ്റർ യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമുക്ക് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ലോസ് ഉണ്ടായിരിക്കും, എനർജി ലോസ് ഉണ്ട്. സോ എ സി സർക്യൂട്ടിൽ എന്തുകൊണ്ട് ഇൻഡക്ടർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു എ സിയിൽ കറണ്ടിന് വേരിയേഷൻ ഉണ്ടായിരിക്കും. ഈ വേരിയേഷൻ ഒപ്പോസ് ചെയ്യാനാണ് നമ്മൾ ഇൻഡക്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എനർജി ലോസ് ഉണ്ടാകുന്നില്ല. സോ എ സി സർക്യൂട്ടിൽ ഇൻഡക്ടർ യൂസ് ചെയ്യുന്നു. ഇൻഡക്ടറിന് പകരം റെസിസ്റ്റർ യൂസ് ചെയ്താൽ എന്തൊക്കെ പ്രശ്നം വരും എന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല, റെസിസ്റ്റർ കറണ്ടിനെ റെഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് റെഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് നമുക്ക് എനർജി ലോസ് വരും. പക്ഷേ ഇൻഡക്ടർ യൂസ് ചെയ്താൽ എനർജി ലോസ് ഇല്ല. ഇനി ഇൻഡക്ടറിനെ നമ്മൾ ഡി സി സർക്യൂട്ടിൽ യൂസ് ചെയ്യാത്തതിൻ്റെ റീസൺസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇൻഡക്ടർ എന്ന് പറയുന്ന കണ്ടക്ടറായിട്ട് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അതായത് ഫ്ലോ ഓഫ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യത്തില്ല ഡി സി സർക്യൂട്ടിൽ. സോ ഇൻഡക്ടറിനെ എന്തുകൊണ്ട് ഡി സി സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ഫ്ലോ ഓഫ് കറണ്ടിനെ അത് ഒപ്പോസ് ചെയ്യുന്നില്ല. ഈ ഒരു റീസൺ കാരണമാണ് ഇൻഡക്ടറിനെ നമ്മൾ ഡി സി സർക്യൂട്ടിൽ യൂസ് ചെയ്യാത്തത്.